ഹായ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് കാനഡയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് കാനഡയിൽ വന്നു കഴിയുമ്പോൾ ഡെൻ്റൽ ഫീൽഡിലുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമുക്ക് ജോബ് കിട്ടുക, എങ്ങനത്തെ ലൈസൻസിങ് ആണ് ക്ലിയർ ചെയ്യാൻ എളുപ്പമുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുടെ ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹാർപ്പ് എന്നൊരു ഡെൻ്റൽ ലൈസൻസിങ് എക്സാമിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമുക്ക് കാനഡയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, ലൈസൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുവിധം എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, മറ്റുള്ള എല്ലാ ഫീൽഡിലും ലൈസൻസിങ് എക്സാംസ് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡെൻറ്റിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ലൈസൻസിങ് എക്സാമാണ്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു എക്സാമാണ് ഹാർപ്പ് എന്ന് പറയുന്നത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് ഹാർപ്പും ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ NDAEB എക്സാം ക്ലിയർ ചെയ്തിട്ട് അസിസ്റ്റൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഈ NDAEB എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഫസ്റ്റ് പാർട്ട് തിയറി ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടായിരിക്കും. ഈ NDAEB എക്സാം ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് പാർട്ട് 1 മാത്രം ക്ലിയർ ചെയ്താലും നമുക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ പാർട്ട് 1 പാർട്ട് 2 കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പേ സ്കെയിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു എക്സാമിൻ്റെ കാര്യം. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഹാർപ്പിനെ പറ്റിയിട്ടാണ്. ഹാർപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റേസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസിങ് എക്സാമാണ്. ഈ ഹാർപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒൻറ്റാരിയോ എന്ന പ്രൊവിൻസിൽ നമുക്ക് ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഈ ഒൻറ്റാരിയോ എന്ന പ്രൊവിൻസിന് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, മറ്റ് പ്രൊവിൻസുകളിൽ ഹാർപ്പ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഹാർപ്പ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഒൻറ്റാരിയോയിൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. മേ ബി ഇനി നാളെ റൂൾസ് മാറുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ സെനാരിയോയിൽ ഒൻറ്റാരിയോയിൽ മാത്രമാണ് ഈ ഹാർപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഹാർപ്പ് സർട്ടിഫിക്കേഷൻ എടുക്കുക എന്നുള്ള ചോദ്യത്തിൽ, നമുക്ക് ഒരുവിധം എല്ലാ കോളേജസും ഹാർപ്പ് സർട്ടിഫിക്കേഷൻ്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു രീതിയിലാണ്. അതായത് ജോർജ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളേജ് ക്യാമ്പസിൽ ഹാർപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു ലൈസൻസിങ് ആയിട്ടുള്ള ഒരു എക്സാം കൊടുക്കുക, ഒരു ഡെൻ്റൽ അനാട്ടമി ചാലഞ്ചിങ് എക്സാം എന്നാണ് അവരതിനെ പറയുന്നത്. നമുക്ക് അനാട്ടമി മൊത്തത്തിൽ, ഡെൻ്റൽ അനാട്ടമി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എക്സാമിൽ ഉൾപ്പെടുത്തും. 1 അവറിൻ്റെ ഒരു എക്സാം ആയിരിക്കും. അതിന് നമുക്ക് ഫീസില്ല. അത് നമ്മൾ ആദ്യം ജോർജ് ബ്രൗണിൻ്റെ സൈറ്റിൽ കയറി, ഞാൻ ആ സൈറ്റും ഡീറ്റെയിൽസും ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും. ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ സാധാരണ ആ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് സ്ലോട്ട് ഫില്ല് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എക്സാമിനുള്ള ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഡെൻ്റൽ അനാട്ടമി എക്സാമിൻ്റെ, അതായത് അനാട്ടമി എക്സാമിൻ്റെ ഒരു ചാലഞ്ചിങ് എക്സാമാണ്. 1 അവർ നീണ്ടു നിൽക്കുന്നതാണ്, ഓൺലൈൻ എക്സാമാണ്. ഈ 1 അവർ നീണ്ടു നിൽക്കുന്ന എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് മെയിൽ വരും. ആ മെയിലിൽ 60 അവേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും. അതായത് ഓൾമോസ്റ്റ് 2 to 3 months വരും ആ ഒരു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എൻഡോടുകൂടെ നമുക്ക് ഒരു എക്സാമും കൂടെ വരുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാംസ്. അതിലവർ ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നതിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡെമോൺസ്ട്രേഷനും കൂടെ അവർ ആ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ടാവും. ആ സെയിം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അന്ന് ഒരു തിയറി എക്സാമും കൂടെ ഉണ്ടാകും. അത് ഈ 60 അവേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടായിരിക്കും ആ എക്സാം വരുന്നത്. ആക്ച്വലി ഈ ഒരു തിയറി എക്സാം, ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കൂടെ ഒരു തിയറി എക്സാം മുൻപ് ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയ സമയത്ത് തൊട്ടാണ് അത് വന്നിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് മുന്നേ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സാം ഇല്ലായിരുന്നു. തിയറി എക്സാം, പ്രാക്ടിക്കലിൻ്റെ കൂടെ ഒരു തിയറിയും കൂടെ വരുന്ന രീതിയിലുള്ളൊരു എക്സാം അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്ന റൂളിലാണ് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ഒരു തിയറി എക്സാമും കൂടെ അവിടെ ഓഫ്ലൈനായിട്ട്
അവർ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ അവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒട്ടുമിക്ക എല്ലായിടത്തും ഒൻറ്റാരിയോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഒരു എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ വേറൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NDAEBയുടെ ഈ NDAEB എന്ന് പറയുന്ന സാധനം നമുക്ക് കോഴ്സായിട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ നാട്ടിലെ ഡെൻറ്റിസ്റ്റുകളാണെങ്കിൽ നമുക്കത് കോഴ്സ് എടുക്കുന്നതിന് അതൊരു 1 ഇയർ 1.5 ഇയർ 2 ഇയർ ഒക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് NDAEB എന്ന് പറയുന്നത്. ഈ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ്. അത് പക്ഷേ നമുക്ക് നാട്ടിലെ ഡെൻറ്റിസ്റ്റുകളാണെങ്കിൽ അത് നമുക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാതെ എക്സാം മാത്രം കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എക്സാം നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. ആ പേപ്പർ വർക്ക്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഫസ്റ്റ് എക്സാം വേണ്ടി കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം അത് നമുക്ക് ഡെൻറ്റിസ്റ്റുകൾക്ക് മാത്രമാണ് അത് പറ്റുള്ളൂ എന്ന് തോന്നും. ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് എടുക്കാം. 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ ഉണ്ട്, 2 ഇയേഴ്സ് ഒക്കെ നിന്ന് നിൽക്കുന്ന കോഴ്സുകൾ എടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ ലൈസൻസിങ് കിട്ടുന്ന ആൾക്കാർക്കും കിട്ടുന്ന സാലറി അല്ലെങ്കിൽ പേ സ്കെയില് ഡിഫറെൻറ്റ് തന്നെയായിരിക്കും. ഈ ഹാർപ്പ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ എക്സാം നമുക്ക് 0 ഫീസിലാണ് ആദ്യം ഡെൻ്റൽ അനാട്ടമി ചാലഞ്ചിങ് എക്സാം എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന ആ 60 hours ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാസ്റ്റത്തെ പ്രാക്ടിക്കലിനും എല്ലാം കൂടെ നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് 1500 CAD വരും. ഈ എക്സാം എഴുതാതെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്കിത് എടുക്കാം. ജോർജ് ബ്രൗണിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോർജ് ബ്രൗണിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാതെ നമുക്ക് കൊടുക്കുന്നത് 30 ഹവേഴ്സിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക പ്ലസ് 60 ഹവേഴ്സിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ രണ്ടും കൂടെ എഴുതിയിട്ടും എക്സാമിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. അപ്പോൾ 30 ഹവേഴ്സ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ അനാട്ടമീനെ കുറിച്ച് ബേസിക്കായിട്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീസ് കൊടുക്കണം, പ്ലസ് 60 ഹവേഴ്സിൻ്റെ ഫീസ് വേറെ ആയിട്ട് വരും. ഞാൻ കുറച്ചും കൂടെ പേഴ്സണലി പറയുന്നത്, നമുക്ക് എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി കൂടുതലായിട്ട് ഡെൻ്റൽ ഫീൽഡിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ അറിയാനാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ചധികം കാലം എടുത്തു. ഐ എം സോ സോറി. മറ്റ് തിരക്കുകളിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. ഇനിയും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.